മദ്രസ ഗൈഡിൻ്റെ ചോദ്യപേപ്പർ പരിശോധന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയിൽ 2ാം ക്ലാസ്സിലെ അഖീദയിൽ വന്ന ചോദ്യപേപ്പറാണ്. നമുക്ക് ഓരോ കാര്യങ്ങളും വിശദമായിട്ട് പരിശോധിച്ച് നോക്കാം. ഒന്നാമതായിട്ട് വന്ന ചോദ്യം യോജിച്ചവ ചേർക്കാം എന്നതായിരുന്നു. 2 കാര്യം ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഈമാൻ, ഇസ്ലാം എന്നീ 2 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. തുടർന്ന് 9 ചോദ്യങ്ങൾ വരുന്നുണ്ട്. ആ ചോദ്യങ്ങളോട് ഈമാനാണോ ഇസ്ലാമാണോ യോജിക്കുന്നത് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. വളരെ ഈസിയായ ചോദ്യമാണ്. ഒന്നാമത്തെയും 2ാമത്തെയും പാഠം നമ്മൾ പഠിച്ചു. ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അവിടെ വരുന്ന ആ പാഠങ്ങളിൽ നിന്ന് വന്ന ചോദ്യങ്ങളാണ്. വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഓരോ കാര്യങ്ങൾ നമുക്ക് വായിച്ചു നോക്കാം. ഒന്നാമത്തെ ചോദ്യം, എല്ലാ ദിവസവും 5 നേരം നിസ്കരിക്കും. നിസ്കരിക്കുക എന്നുള്ളത് ഇസ്ലാം കാര്യമാണ് അല്ലെ. അത് നമ്മളെ ഒന്നാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട്. മുസ്ലിങ്ങൾ എല്ലാ ദിവസവും 5 നേരം നിസ്കരിക്കും അല്ലെ. അപ്പൊ അത് ഇസ്ലാം കാര്യമാണ്. ഇസ്ലാം എന്ന പാഠത്തിലുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ ഇസ്ലാം എന്ന് എഴുതി കൊടുക്കാം. രണ്ടാമത്തെ ചോദ്യം, അള്ളാഹുവിൽ വിശ്വസിക്കൽ. അതെന്താണ്? ഈമാൻ കാര്യമാണ് അല്ലെ. അപ്പൊ നമ്മൾ 2ാമത്തെ പാഠം ഈമാൻ എന്ന പാഠത്തിലുള്ളതാണ്. അപ്പൊ നമ്മൾ ഈമാൻ എന്നാണ് അതിന്റെ നേരെ എഴുതി കൊടുക്കേണ്ടത്. 3ാമത്തെ ചോദ്യം, മുതലിന്റെ സക്കാത്ത് കൊടുക്കും. അതൊരു ഇസ്ലാം കാര്യമാണ് അല്ലെ. ഇസ്ലാം എന്ന 1ാമത്തെ പാഠത്തിലുള്ള കാര്യമായിരുന്നു. ഇപ്പൊ ഇസ്ലാം എന്ന് എഴുതി കൊടുക്കുക. പിന്നെ 4ാമത്തെ ചോദ്യം, അള്ളാഹുവിന്റെ മലക്കുകളിൽ വിശ്വസിക്കൽ. എന്താണ്? നമ്മളെ 2ാമത്തെ പാഠത്തിലുള്ളതാണ്. ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ്. ഈമാൻ എന്ന പാഠത്തിലുള്ളതാണ്. അപ്പൊ ഈമാൻ എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. 5ാമത്തെ ചോദ്യം, അള്ളാഹുവിന്റെ കിതാബുകളിൽ വിശ്വസിക്കൽ. അതും 2ാമത്തെ പാഠം അൽ ഈമാൻ എന്ന പാഠത്തിലുള്ളതാണ്. ഈമാൻ കാര്യങ്ങളിൽ പെട്ട കാര്യമാണ്. 6ാമത്തെ ചോദ്യം, റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കും. അതെന്താണ്? ഇസ്ലാം കാര്യമാണ് അല്ലെ. 1ാമത്തെ പാഠത്തും അൽ ഇസ്ലാം എന്ന പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പൊ ഇസ്ലാം എന്ന് എഴുതി കൊടുത്താൽ മതി. 7ാമത്തെ ചോദ്യം, അള്ളാഹുവിന്റെ മുർസലുകളിൽ വിശ്വസിക്കൽ. അതെന്താണ്? ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ്. 2ാമത്തെ പാഠത്തിലുള്ളതാണ്. ഈമാൻ എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. 8ാമത്തെ ചോദ്യം, അവസാന നാളിൽ വിശ്വസിക്കൽ. അതും ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ് അല്ലെ. ഈമാൻ എന്ന് എഴുതി കൊടുക്കുക. 9ാമത്തെ ചോദ്യം, മക്കയിൽ പോയി ഹജ്ജ് ചെയ്യും. അതെന്താണ്? മുസ്ലിങ്ങൾ ഇസ്ലാം എന്ന പാഠത്തിലുള്ളതാണ്. ഇസ്ലാം കാര്യങ്ങളിൽ പെട്ട കാര്യമാണ് അല്ലെ. ഹജ്ജ് ചെയ്യല്. അപ്പൊ ഇസ്ലാം എന്ന് എഴുതി കൊടുക്കുക. അപ്പൊ ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. 1ാമത്തെയും 2ാമത്തെയും പാഠങ്ങളിൽ നിന്ന് ഈ രൂപത്തിലൊക്കെ ചോദ്യങ്ങൾ വരാം. അപ്പോ ഇത് കഴിഞ്ഞ വർഷത്തെ ചോദ്യമാണ്. ഇതുപോലെ അല്ല ചോദ്യം ഉണ്ടാവുക. പുതിയ ചോദ്യപേപ്പറാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അപ്പോ നിങ്ങൾ ഈ രൂപത്തിലൊക്കെയാണ് ചോദ്യങ്ങൾ വരിക എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി നമുക്ക് 2ാമത്തെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. അവിടെ ഉള്ള ചോദ്യം പൂർത്തിയാക്കാം എന്നുള്ള ചോദ്യമാണ്. അവിടെ വിട്ടുപോയ ഭാഗം, പാഠങ്ങളിൽ നിന്നുള്ള ഭാഗങ്ങളാണ്. അതിൽ ചില കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും. ആ വിട്ടുപോയ ഭാഗം നമ്മൾ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. അതിൽ 1ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. അള്ളാഹു മനുഷ്യർക്ക് നൽകിയ മതമാണ് ഏത്? 1ാമത്തെ പാഠത്തിൽ പറഞ്ഞതാണല്ലേ, ഇസ്ലാം അല്ലെ. അള്ളാഹു മനുഷ്യർക്ക് നൽകിയ മതമാണ് ഇസ്ലാം എന്ന് വിട്ടുപോയിട്ടുണ്ട്. അത് നമ്മൾ എഴുതി കൊടുക്കണം. 2ാമത്തെ ചോദ്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ഡാഷ്. അവിടെ എന്താണ് വിട്ടുപോയത്? റസൂലാണ് അല്ലെ. 1ാമത്തെ പാഠത്തിൽ തന്നെ ഉള്ള കാര്യമാണ് കേട്ടോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ്. 3ാമത്തെ ചോദ്യം, ഇസ്ലാം മതം സ്വീകരിച്ചവരാണ് ഡാഷ്. ആരായിരുന്നു? മുസ്ലിംകൾ അല്ലെ. അതും 1ാമത്തെ പാഠത്തിലുള്ള ചോദ്യമാണ്. ഇനി 4ാമത്തെ ചോദ്യം, അള്ളാഹുവിനെ അല്ലാതെ യാതൊന്നിനെയും ആരാധിക്കാൻ ഡാഷ്. എന്തായിരുന്നു? പാടില്ല എന്നായിരുന്നു ഉണ്ടായിരുന്നില്ലേ. അത് നമ്മളെ 3ാമത്തെ പാഠത്തിലുള്ള ചോദ്യമാണ്. അള്ളാഹുവിനെ അല്ലാതെ യാതൊന്നിനെയും ആരാധിക്കാൻ പാടില്ല. അപ്പോ ഈ രൂപത്തിലാണ് പൂർത്തിയാക്കാം എന്നുള്ള ചോദ്യങ്ങൾ വരും കേട്ടോ. ഇനി അടുത്ത ചോദ്യം വരുന്നത്, നമുക്ക് അർത്ഥം എഴുതാം എന്നതാണ്. അവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളുടെ അർത്ഥം എഴുതണം. 2 കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ടും 4ാമത്തെ പാഠത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. 1ാമത്തെ ചോദ്യം, അൽഹംദുലില്ലാ എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? അത് നമ്മൾ 4ാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട്. എല്ലാ സ്തുതിയും അള്ളാഹുവിനാണ്
എന്നതാണ് അതിന്റെ അർത്ഥം. അതുപോലെ അടുത്ത ചോദ്യം രണ്ടാമത്തെ ചോദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം എന്താ? അതും നമ്മൾ 4ാമത്തെ പാഠത്തിൽ പറയുന്ന കാര്യമാണ്. എന്തായിരുന്നു അതിന്റെ അർത്ഥം? യഥാർത്ഥ ആരാധ്യൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. അപ്പൊ ഈ 2 കാര്യങ്ങൾ നമ്മൾ അതിന്റെ അറബിയും അതിന്റെ മലയാളവും നമ്മൾ പഠിച്ചു വെക്കണം. അതുപോലെ നമ്മുടെ പാഠഭാഗത്തിൽ പരീക്ഷയ്ക്കുള്ള ഭാഗത്ത് വേറെ എന്തെങ്കിലും ഇതുപോലെ അറബി ആയിട്ടുള്ള വാക്കുകൾ ഉണ്ടെങ്കിൽ അതും അവയുടെ മലയാളവും നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇനി അടുത്ത ചോദ്യം വരുന്നത് ഉത്തരം എഴുതാം എന്ന ചോദ്യമാണ്. അവിടെ 1ാമത്തെ ചോദ്യം, എന്ത് ഗുണം ലഭിച്ചാലും നാം പറയണം എന്ത്? അപ്പൊ നമുക്ക് ഗുണങ്ങൾ ലഭിച്ചാൽ എന്താണ് പറയേണ്ടത്? നമ്മുടെ 4ാമത്തെ പാഠം ഉണ്ടായിരുന്നു, അൽഹംദുലില്ലാ എന്ന പാഠം ഉണ്ടായിരുന്നു അല്ലെ? ആ പാഠത്തിൽ പറയുന്ന കാര്യമാണ് എന്ത് ഗുണം ലഭിച്ചാൽ നമ്മൾ എന്ത് പറയണം? അൽഹംദുലില്ലാ എന്ന് പറയണം അല്ലെ? അപ്പൊ അവിടുത്തെ ഉത്തരം അൽഹംദുലില്ലാ എന്നതാണ്. അതിൽ 2ാമത്തെ ചോദ്യം, ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു എന്തിനാണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയാ? നമ്മൾ 2ാമത്തെ പാഠം തന്നെ അൽ ഈമാൻ എന്ന പാഠമായിരുന്നു. അതിൽ പറയുന്നുണ്ട്, അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങൾ 6 ആകുന്നു, അവക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നുണ്ട് അല്ലെ? അത് കഴിഞ്ഞിട്ട് ഈമാൻ കാര്യങ്ങളിൽപ്പെട്ട 6 കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ 6 കാര്യങ്ങൾ നമ്മൾ കാണാതെ പഠിക്കേണ്ട ഭാഗങ്ങളാണ്. അതൊക്കെ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കട്ടോ. അടുത്തത് 5ാമത്തെ ചോദ്യം പൂരിപ്പിക്കാം എന്നതാണ്. 2 കാര്യങ്ങളോട് പൂരിപ്പിക്കാനുണ്ട്. ഈമാനുന ഡാഷ് വൽ മലായിക വൽ കുതുബി ഡാഷ് വൽ യൗമി. അങ്ങനെയാണ് 1ാമത്തെ ചോദ്യം ഉള്ളത്. 2ാമത്തെ ചോദ്യം വൽ ഖദരി ഡാഷ് വശദ്രിഹി മിനൽ, പിന്നെ ഇലാഹി ഡാഷ് അൽ ആലമീന ബിലാ. അത് വളരെ ഈസിയാണ്. നമ്മളെ 2ാമത്തെ പാഠത്തിലുള്ള ഒരു ബൈത്തായിരുന്നു. അവസാനത്തിൽ പറയുന്ന ഒരു ബൈത്ത്, ഈമാനുന ബില്ലാഹി വൽ മലായിക വൽ കുതുബി വർ റുസുലി വയൗമിത് തഹ്ലുക വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനൽ ഇലാഹി റബ്ബിൽ ആലമീന ബിലാ സലൽ എന്നതായിരുന്നു. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബൈത്ത് നമ്മൾ നിർബന്ധമായിട്ടും കാണാതെ പഠിക്കണം. ഏതെങ്കിലും ഒരു രൂപത്തിൽ അത് പരീക്ഷയ്ക്ക് വരും. അപ്പൊ കാണാതെ പഠിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് എഴുതുന്ന രൂപം കൂടി നമ്മൾ പഠിക്കണം. നമുക്ക് കാണാതെ എഴുതാനും കിട്ടണം. എന്നാലേ ഈ രൂപത്തിൽ ചോദ്യം വന്നാൽ നമുക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ കഴിയുള്ളൂ. ഈമാനുന ബില്ലാഹി വൽ മലായിക എന്നാണ് ചോദ്യം. അപ്പൊ ബില്ലാഹി എന്ന് നമ്മൾ അവിടെ എഴുതി കൊടുക്കേണ്ടതാണ്. അത് തെറ്റില്ലാതെ എഴുതാൻ നമ്മൾ പഠിക്കണം. വൽ കുതുബി വർ റുസുലി എന്ന് നമ്മൾ എഴുതി കൊടുക്കേണ്ടതാണ്. വയൗമി തഹ്ലുക, അത്തഹ്ലുക എന്നുള്ളത് നമ്മൾ എഴുതി കൊടുക്കേണ്ടതാണ്. അപ്പൊ അതൊക്കെ തെറ്റില്ലാതെ നമുക്ക് എഴുതാൻ കിട്ടണമെങ്കിൽ നേരത്തെ നമ്മൾ അത് എഴുതി ശീലിക്കണം. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒരുപാട് പ്രാവശ്യം ഈ ഒരു ബൈത്ത് നമ്മൾ കാണാതെ പഠിച്ചതിന് ശേഷം ഒരുപാട് പ്രാവശ്യം നമ്മൾ അത് എഴുതി നോക്കണം. എന്നാലേ നമുക്കത് പരീക്ഷയ്ക്ക് എഴുതാൻ കഴിയുള്ളൂ. അതുപോലെ വൽ ഖദരി ഖൈരിഹി എന്നുള്ളത് നമ്മൾ എഴുതി കൊടുക്കണം. വശദ്രിഹി മിനൽ ഇലാഹി റബ്ബിൽ എന്നുള്ളത് നമ്മൾ എഴുതി കൊടുക്കണം. ആലമീന ബിലാ സലൽ എന്നുള്ളതൊക്കെ നമ്മൾ എഴുതി കൊടുക്കണം. അപ്പൊ നമ്മളെ ഓർമ്മയിൽ നിൽക്കാൻ പ്രയാസമുള്ള വാക്കുകളായതുകൊണ്ട് നമ്മൾ എന്തായാലും ആ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ എഴുതി ശീലിക്കണം കേട്ടോ. ഇനി അടുത്ത ചോദ്യം വരുന്നത്, നമുക്ക് പകർത്തി എഴുതാം. ഈ ഒരു ഭാഗം നമുക്ക് പകർത്തി എഴുതാനുള്ള ഭാഗം നമുക്ക് എന്തായാലും ആ മാർക്ക് നമുക്ക് ലഭിക്കും. ആ രൂപത്തിലുള്ള ചോദ്യമാണ്. ഒരു കാരണവശാലും ആ ഭാഗം നമ്മൾ തെറ്റിക്കരുത്. അതിന്റെ അക്ഷരങ്ങളും അതിന്റെ പുള്ളികളും അതിന്റെ ഹർക്കത്തുകളും വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഇട്ടുകൊടുത്താൽ നമുക്ക് ആ ഒരു മാർക്ക് നമുക്ക് എന്തായാലും നഷ്ടപ്പെടില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ഈ ഒരു ഭാഗം നമ്മൾ പരീക്ഷയിൽ ഈ ഒരു ഭാഗം നമ്മൾ ചെയ്യണം. അതിന് പ്രത്യേകം കുട്ടികൾക്ക് അതിന്റെ പ്രാക്ടീസുകൾ കൊടുക്കുകയും വേണം കേട്ടോ. അപ്പൊ എന്താണ് 6ാമത്തെ ചോദ്യം? നമുക്ക് പകർത്തി എഴുതാം. 1ാമത്തത് വിഷമിക്കുക. അതുപോലെ തെറ്റില്ലാതെ ഈ ഡാഷ് ഇട്ട ഭാഗത്ത് എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. 2 ഭക്ഷണം, 3 കൃഷി, 4 ആശ്വാസം, 5 ആരോഗ്യം. ഇതൊക്കെ മലയാളത്തിലുള്ള വാക്കുകളായതുകൊണ്ട് അറബി മലയാളത്തിലെ ചില അക്ഷരങ്ങൾ അതിൽ വരും. ആ ഭാഗങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ എഴുതണം. എന്നാലേ അത് തെറ്റില്ലാതെ നമുക്ക് അതിന്റെ മുഴുവൻ മാർക്കും ലഭിക്കുകയുള്ളൂ. അപ്പൊ ഈ രൂപത്തിലൊക്കെയാണ് അഖീദയിലുള്ള ചോദ്യങ്ങൾ വരുന്നത്. നമുക്ക് വളരെ കുറഞ്ഞ പാഠഭാഗങ്ങൾ മാത്രമേ പാദവാർഷിക പരീക്ഷയ്ക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും ശരിക്കും പഠിച്ചു വെക്കുക.
നമ്മളെ ഈ ഒരു വീഡിയോന്റെ താഴെ നോക്കിയാൽ ഒരുപാട് വർഷത്തെ ചോദ്യ പേപ്പറുകൾ കാണാൻ കഴിയും. അതൊക്കെ പരിശോധിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ല രൂപത്തിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മാത്രം പരീക്ഷയ്ക്ക് പോയാൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ല രൂപത്തിൽ പരീക്ഷ എഴുതുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.